വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് PMC യിൽ ഒപ്പുവെച്ച വിവാദം നമുക്കൊരു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിക്കെതിരെ വലിയ പ്രചണ്ഡമായ പ്രചാരവേലകളായിരുന്നു മുസ്ലിം ലീഗും UDF ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്ന് ശക്തമായി അന്ന് അവർ വാദം ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് നേരത്തെ ഒപ്പിട്ട് പോയതല്ലേ, അതുകൊണ്ട് കുറച്ചുകൂടെ ആലോചിച്ച് പറയാം എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, വേങ്ങര മണ്ഡലത്തിൽ മത്സരിച്ച മുസ്ലിം ലീഗിൻ്റെ തീപ്പൊരി നേതാവെന്ന് പറയുന്ന KM ഷാജി അന്ന് പരസ്യമായി പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നിലപാടുകളിൽ ഒപ്പുവെച്ചിട്ടുള്ള നടപടികൾ ഞങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് വോട്ട് ചോദിച്ച് അധികാരത്തിലെത്തിയത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഷാജിക്ക് മിണ്ടാട്ടമില്ല. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് സാവകാശം വേണം, ആലോചിക്കണം, നേരത്തെ ഒപ്പിട്ട് പോയി എന്നാണ്. മുഖ്യമന്ത്രിയും പറയുന്നത് ആ രീതിയിൽ തന്നെയാണ്. നമുക്കറിയാം, വിവാദപരമായ മുനമ്പം വഖഫ് ഭൂമി വിഷയം നേരത്തെ ഉയർന്നു വന്നപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്നാണ്. എന്നാലിപ്പോൾ അധികാരം ലഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അത് പരിഹരിക്കാനുള്ള ശ്രമവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് LDF-ന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന വഖഫ് ബോർഡ് 8ന്റെ പണി ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ് കഴിഞ്ഞ വഖഫ് ബോർഡ് മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിൽ ഒരു തെറ്റായ പ്രചരണമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു പ്രശ്നമെന്ന നിലക്ക്, വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമെന്ന നിലക്ക് തന്നെ അത് അവരെ ഒരു മേശയ്ക്ക് ചുറ്റുവരുത്തി ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. അത് അദ്ദേഹം നിർവഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മുസ്ലിം ലീഗിൻ്റെ പഴയകാല നിലപാടുകളിൽ നിന്ന് ആ പാർട്ടി ഒരുപാട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് ഇപ്പോൾ സന്തോഷമില്ല. പണ്ടുകാലത്ത് വളരെ ചെറിയ അധികാരങ്ങൾ കൈവരുമ്പോൾ പോലും ആർത്തട്ടഹസിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അണികൾ ഇന്ന് നിരാശരാണ്. നമുക്കറിയാം, പഴയ കാലത്തൊക്കെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തലപ്പാവ് ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ നടത്താറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് തൊപ്പി ഊരി വെച്ച് ദൈവത്തിൻ്റെ നാമത്തിലാണ് എന്ന ഒരു വസ്തുതയുണ്ട്. അതിനെക്കുറിച്ച് അവർക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരോട് വിശദീകരിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗാണെന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും മലബാറിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, +1 +2 ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾ അനുഭവപ്പെടുന്ന സീറ്റ് ക്ഷാമത്തിന് പരിഹാരം കാണാൻ ഇപ്പോഴും സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഈ കാര്യങ്ങളെയൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഈ ഗവൺമെൻറ് തെറ്റായ നയങ്ങൾക്കെതിരായി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇനി അങ്ങോട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഘടകകക്ഷി എന്ന നിലക്ക് INL ചെയ്യാൻ വേണ്ടി പോവുക. അത്തരം കാര്യങ്ങളിലൊക്കെയും എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതോടുകൂടിയാണ് ഞങ്ങൾ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. PMC വിഷയത്തിൽ അവർ പറയുന്നത് മുൻ സർക്കാർ ഒപ്പിട്ട് വെച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് വരുന്നതാണ്, അങ്ങനെ ഒപ്പിട്ടിട്ടില്ല എന്ന് ശിവൻകുട്ടിയും പറയുന്നു. അപ്പോൾ അതിനകത്തൊരു വ്യക്തത കുറവുണ്ട്. ഒപ്പിട്ടിട്ടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, MOU മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെ അതെ, അത് ആ തെറ്റായ തീരുമാനങ്ങൾ തിരുത്താനാണ് വോട്ട് ചോദിച്ചത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് തിരുത്തും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വോട്ട് ചെയ്ത ജനങ്ങളോട് അതിനെക്കുറിച്ച് പറയേണ്ട ക്ലാരിഫിക്കേഷൻ നടത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. അത് അവർ നിർവഹിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. കരാർ ഒപ്പിച്ചിട്ടില്ല, MOU മാത്രമാണ്. രണ്ടാണ്. വളരെ ലീഗലി അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വളരെ എന്തിനാണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. MOU kept in abeyance, അത് തൽക്കാലം മരവിപ്പിച്ചിരിക്കുക. അപ്പോൾ അതന്നെയാണ് MOU എന്ന് പറയുന്നത്. MOU തൽക്കാലം നടപ്പിലാക്കേണ്ടതില്ല. MOU എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ധാരണയാണ്. നമ്മൾ പോയിട്ട് ഒരു പെണ്ണിനെ കണ്ടു വിചാരിച്ചിട്ട് കല്യാണം ഉറപ്പിക്കൂല. അത് ഉറപ്പിക്കുന്ന എൻഗേജ്മെന്റ് വേറെ ഉണ്ട്. എങ്ങനെ അല്ല, ആദ്യം MOU കൊടുക്കുന്നത് പിന്നീടാണ് ചർച്ചയൊക്കെ വരുന്നത്. MOU കൊടുത്തത്, MOU സാധാരണ വളരെ പ്രിലിമിനറി ആയൊരു നടപടി മാത്രമാണ്, ധാരണ ഉണ്ടാകുക. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അത് ബൈൻഡിങ് ആണ്, രണ്ടുപേരുടെ പേര്. അതിലേക്കൊന്നും എത്തിയിട്ടില്ല. അതന്നെയാണ് ഇവരും പറയുന്നത്. അന്ന് ഷാജിയും പറയുന്നത് കേട്ട് MOU ആണ്, ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. പക്ഷേ എന്തിന് ഇത്രയധികം സമയം പോകുന്നു? ഒരു കാവ്യവൽക്കരണത്തിൻ്റെ വലിയൊരു ഉപകരണമായി, പ്രത്യേകിച്ചും നമ്മുടെ ഗവർണർ ഇവിടുത്തെ MG യൂണിവേഴ്സിറ്റി അടക്കം എല്ലാ യൂണിവേഴ്സിറ്റികളും കാവ്യവൽക്കരണത്തിൻ്റെ ഉപാധിയായിട്ട് മാറ്റിയിരിക്കുക. 30-ൽ 19 RSSകാരെ പിടിച്ചിട്ടാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എന്താണ് പറയുന്നത്,
ഒരു കാവ്യരാഷ്ട്രീയമുള്ള മനുഷ്യന്മാരെ വിളിച്ചിട്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ആകസ്മികമായി സംഭവിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ മന്ത്രിസഭയുടെ അജണ്ട മുഴുവൻ തീരുമാനിക്കുന്നത് RSS ഓഫീസിൽ നിന്നാണ്. അതിന് അവിടെ ഡൽഹിയിൽ ഒരു കോർഡിനേറ്റിംഗ് ഒരു ശൃംഖല ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ ഇലക്ഷന് എത്രയോ മുമ്പ് തന്നെയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDFന് ഇവരെ BJPക്കാർ ഇത്രയധികം വോട്ട് കൊടുക്കുന്നത്. സുരേന്ദ്രൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അജണ്ട നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു, അതിൽ വിജയിക്കുകയും ചെയ്തു എന്നാണ്. അവരോട് ചോദിക്കണം മറ്റു വിശദീകരണങ്ങൾ. ഇതിലൊരു ന്യായം CPM-ന്റെ ആത്മവിമർശനം അവർ നടത്തി കഴിഞ്ഞു. അതായത് വെള്ളാപ്പള്ളി നരേശുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വീഴ്ചപ്പെട്ടു, അതുപോലെ സ്ഥാനാർത്ഥികളുമായിട്ട് വീഴ്ചപ്പെട്ടു. CPI ഘടകകക്ഷിയെ CPI ആത്മവിമർശനം നടത്തി. നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ഒരു വിലയിരുത്തൽ നടത്തുന്നത്? എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ LDF യോഗങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾ താഴേക്കടയിൽ ചർച്ച ചെയ്ത് വരികയാണ്. ആ ചർച്ചകൾ ക്രോഡീകരിച്ച് തീരുമാനം ഞങ്ങൾ LDF-ലും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം. നന്നായിട്ട് വിലയിരുത്തി. ആ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹം വളരെ മോശമായൊരു പരാമർശം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഈ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ആദ്യം ആവശ്യപ്പെട്ടത് INL, യാതൊരു സംശയമില്ല. അതിനുശേഷം വന്ന ഡിസ്കഷനിലൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു ശരിയായ പോക്കല്ല. പിന്നെ ചിലത് ഞങ്ങൾ LDF യോഗത്തിൽ സംസാരിക്കൂ, അതുപോലെ തന്നെ അത് നേതാക്കന്മാരായി ബന്ധപ്പെട്ട് സംസാരിക്കും. അതാണ് ഒരു മുന്നണി മര്യാദ. അങ്ങനെയൊക്കെ വേണ്ട വിധത്തിൽ തിരുത്താൻ വേണ്ടി ഞങ്ങൾ അന്നേ ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ പാർട്ടി തുറന്ന് പുറത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇത് വന്നത്. ഞങ്ങൾ നന്നായിട്ട് വിലയിരുത്തില്ല, ഞങ്ങൾ വേഗം വിലയിരുത്താൻ കഴിയുമേ. ഈ പരിപാടി നിങ്ങളൊക്കെ പങ്കെടുക്കണം, നിങ്ങൾ ആവശ്യമായ കവറേജ് നൽകണം. പിന്നെ ഉച്ചശേഷം നടക്കുന്ന സുലൈമാൻ സെട്ടിൻ്റെ രാഷ്ട്രീയവും ഫാസിസ്റ്റ് വിരുദ്ധ പ്രതിരോധവും, അതിലാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നത്. അജിത് കോളാടി, മോഹൻ മാസ്റ്റർ, ഡോക്ടർ ജലീൽ, അതുപോലെ നമ്മുടെ ശ്രേയസ് കുമാർ, സുരേഷ് ബാബു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷന് ശേഷം പല LDF പാർട്ടികൾ കുറേ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ചിലത് വളരുന്നുണ്ട്, ചിലതിൽ ചില ശിഥിലീകരണമുണ്ട്. പക്ഷെ ഞങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള കുറേ നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെട്ടു സാഹിബിൻ്റെ ആ രാഷ്ട്രീയത്തിന്, സുലൈമാൻ സെട്ടിൻ്റെ രാഷ്ട്രീയത്തിന് ഇപ്പോൾ കൂടുതൽ പ്രസക്തി വന്നിരിക്കുകയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് BJP വരുന്നുണ്ട്, അധികാരത്തിൽ വരുന്നുണ്ട്, ഫാസിസ്റ്റുകളാണ് ഭരിക്കാൻ പോകുന്നത് 92 കാലഘട്ടത്തിൽ പറഞ്ഞത്. അത് 100% പുലർന്നു.